മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ സഹോദരിനെ ചേർത്ത് പിടിച്ച് വാ നമുക്ക് കിടക്കാം, കിടന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാനൊക്കെ പറയും ചേച്ചി പോയില്ല, പിന്നെ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ ചേച്ചി ഉള്ളത് കൊണ്ട് അച്ഛൻ അപമാനം കൊണ്ട് എല്ലാം പിടിച്ചു നിൽക്കണതാണ്. അച്ഛൻ പൊട്ടിത്തെറിക്കും ചേച്ചി പോയി കഴിഞ്ഞാൽ, ചേച്ചിയുടെ മുന്നിൽ അച്ഛൻ ചെറുതായി പോണത് കൊണ്ടാണ് ഇവിടെ ഒന്നും സംഭവിക്കാണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഇനി അമ്മ അഹങ്കാരം കാണിക്കില്ല, അമ്മയ്ക്ക് ചെറിയൊരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ചേച്ചി എന്നാ പറഞ്ഞതെന്ന് ചോദിക്കും. ആഗ്രയിലെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല ചേച്ചി, അമ്മ അടങ്ങുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിനുശേഷം കൃഷ്ണമോളെ ചേർത്ത് പിടിച്ച് അലീന കിടന്ന്, അപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയിന്. അപ്പോൾ പറയുന്നുണ്ട്, അതെ ചേച്ചി, എനിക്ക് തോന്നണേ, അല്ല സോറി, നമ്മുടെ അലീന പറയും, എനിക്ക് തോന്നണേ നമ്മളെല്ലാവരും ഒന്നാവും മോളെ, ഒരു പക്ഷേ എനിക്കിനി ഇങ്ങോട്ട് വരാൻ കഴിയും, നമ്മുടെ ശരീരം മാത്രമല്ല അകലുന്നുള്ളൂ, മനസ്സകലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിയത്തിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഗേറ്റിൻ്റെ അവിടെ ഒരു വണ്ടി, ഒരു വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട് അലീന നോക്കിയത്. എന്നിട്ട് അവിടെ ചെന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ. അലീനയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല ആരാണെന്ന് ചോദിക്കും. ഞാൻ ബാലചന്ദ്രൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണെന്ന് പറയും. അയ്യോ സോറി സാർ, മനസ്സിലായില്ല കേട്ടാന്ന് പറയും. ഈ ഗേറ്റ് ഒന്ന് തുറന്നെങ്കിൽ അകത്ത് വരായിരുന്നു എന്ന് പറയും. അങ്ങനെ അലീന വേഗം ഗേറ്റ് തുറന്നു കൊടുക്കും. അങ്ങനെ ഗേറ്റ് അപ്പോൾ എന്നിട്ട് ബാലേന്ദ്രനെ ഒന്ന് ചോദിക്കും. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, അച്ഛൻ മുകളിലുണ്ട്, എഴുന്നേറ്റിട്ടുണ്ടാവും എന്ന് പറയും. ഞാൻ മുകളിൽ പോയി കാണാമെന്ന് പറയും. ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അത് സാരില്ല, ഞാൻ പൊക്കോളാന്ന് പറയും. ചായ കുടിക്കൂലേ എന്ന് ചോദിക്കും. ചായ ആരാ കുടിക്കാത്തതെന്ന് ചോദിക്കും. ചായ കുടിക്കാട്ടാന്ന് പറയും. അങ്ങനെ അയാൾ മുകളിലേക്ക് ചെല്ലും. എന്താടാ പോലീസുകാരാ താൻ ഈ വേഷത്തിൽ എന്ന് ചോദിക്കും. കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ല തനിക്ക് ആര് ഈ നേരത്തെ ഗേറ്റ് തുറന്നത്? അലീന. അവളാണ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അതും കഴിയുന്നു, അവൾ പോകണമെന്ന് പറഞ്ഞു, ഗോവർദ്ധൻ പറഞ്ഞു പോകണമെന്ന് പറയും. പിന്നെ എന്താ താൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. എനിക്ക് മാറ്റം കിട്ടി, ഞാൻ പറഞ്ഞില്ലേ ട്രാഫിക്കിലായിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരാഞ്ഞത്, ആരെടുത്തേക്കും പോകാണ്ട് അന്വേഷിക്കാനും ഒന്നും പറ്റില്ല, ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് വെള്ളടിയാണല്ലോ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ ഒരു കമ്പനി തരും, ഈ നാട്ടിലെവിടെയാണോ കമ്പനിക്ക് പഞ്ഞം എന്നും ചോദിക്കും. എവിടേക്കാണെന്ന് ചോദിക്കും. പറയും അഞ്ചൽ, കൊല്ലം, അതായത് കുളത്തൂപ്പുഴ ഭാഗം. അപ്പോൾ ബാലേന്ദ്രന് സന്തോഷമാവും മനസ്സിൽ, അലീനനെ പറഞ്ഞയക്കുന്ന ഭാഗം അവിടെയാണല്ലോ SI ആയിട്ട്. അപ്പോൾ ബാലേന്ദ്രന് സന്തോഷമാവും, എടോ ഞാനിന്ന് അലീനനെയും കൊണ്ട് അവൾ വേറൊരു സ്ഥലത്തേക്ക് പോകും ജോലിക്ക്, അപ്പോൾ അവൾ അവിടെ കൊണ്ടാക്കണ്ടാണല്ലോ, ഞാൻ പോകുന്നതിനെന്ന് അറിയും. അത് സാരില്ല, എൻ്റെ കൂടെ ഗോവർദ്ധൻ ഉണ്ടെന്ന് പറയും. ഇത്ര നല്ലൊരു വാർത്തയും കൊണ്ടുപോയിട്ട് തനിക്ക് ഞാൻ എന്താ തരാമെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഞാൻ ഗോവർദ്ധനെ വിളിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം അലീന ചായയായി വരും. അലീനോട് ചോദിക്കുമ്പോൾ എവിടേക്കാണ് പോകണതെന്ന് ചോദിക്കുമ്പോൾ കുളത്തൂപ്പുഴ എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന മുറ്റടിക്കിന് വരാതൊക്കെ അടിച്ചു വരുന്നപ്പോൾ രോഹിത് വന്ന് ചോദിക്കും, ചേച്ചി എന്ത് പണിയും ചെയ്യുന്നത്, ചേച്ചി പോണ ദിവസമായിട്ട് ചേച്ചിക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് അവരിവിടെ പെണ്ണുങ്ങളില്ലേന്ന് പറയും. എടാ ഇത് എൻ്റെ മുറ്റമല്ലേ, എൻ്റെ വീടല്ലേ, ഞാൻ അടിച്ചാൽ എന്താ കുഴപ്പം, ഇന്നൊരു ദിവസം കൂടെ അല്ലല്ലോ എന്ന് പറയും. ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. എന്നിട്ട് പിന്നെ ബബിതയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴത്തേനും കൃഷ്ണമോൾ പറയും, അലീന ചേച്ചി റൂമിലും ഇല്ല അടുക്കളയിലും ഇല്ല, പോയോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മളോട് പറയാണ്ട് പോകുമോ എന്ന് ചോദിക്കും. അറിയില്ല എന്ന് പറയും. അപ്പോൾ രോഹിത് പറയും മുറ്റടിക്കുന്നുണ്ട് എന്ന് പറയും. ബബിതനോട് ചെന്ന് അടിക്കാൻ പറയും. അങ്ങനെ ബബിത ചൂല് മേടിക്കും. ഇന്നിപ്പോൾ എന്തായാലും മുറ്റടിക്കാൻ നിൽക്കണ്ടെന്ന് അറിയും. അതെന്താന്ന് ചോദിക്കും. എന്തായാലും പോകല്ലേ, നാളെ തുടങ്ങി ഞങ്ങൾ അടിക്കണ്ടേ, അപ്പോൾ ഇത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറയും. എന്തിങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അടിക്കട്ടെ, എന്നെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞ് ബബിത ദേഷ്യത്തോടെ ചൂല് മേടിച്ച് ബബിത അടിക്കും. അതിനുശേഷം കിച്ചണിലേക്ക് പോകാൻ പോകുമ്പോൾ കിച്ചണിലേക്ക് എവിടേക്കാണ് പോണത്, ഞാൻ അടുക്കളയിലേക്ക് പോട്ടടി എന്ന് പറയും. വേണ്ട, അവിടെയും പോകണ്ട, അവിടെ ഞങ്ങൾ ചെയ്തോളാം എന്നറിയും. അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്, പാക്ക് ചെയ്യാനോ ഒരുങ്ങാനോ ഡ്രസ്സ് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ പോയി നോക്കിക്കോ, നിങ്ങൾ എന്നെ ഒഴിവാക്കണമെന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും. എന്തായാലും മുകളിൽ ആരാണെന്ന് ചോദിക്കും. പോലീസുകാരെന്ന് പറയും. പോലീസോ എന്ന് ബബിത ചോദിക്കും. അത് അങ്കിളാണെന്ന് പറയും. അച്ഛനെ കാണാൻ വന്നതാണ്, എന്താണാവോ എന്ന് ചോദിക്കും. അറിയില്ല എന്ന് പറയും. എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും. അങ്ങനെ അലീന എന്നോട് പറയുന്നത്, ഇനി ഇന്നത്തെ ദിവസം കിച്ചണിൽ ചേച്ചി കയറണ്ട, മാത്രമല്ല നാളെ തുടങ്ങി ഞങ്ങൾ തന്നെ ചെയ്യണ്ടേന്ന് പറയും. ഇതിപ്പോൾ എന്നെ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കണ പോലെ എനിക്ക് തോന്നണേന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ആരും ഉണ്ടാക്കിയതല്ലല്ലോ, സ്വയം തീരുമാനിച്ച് പോണതല്ലേ, ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ പോണതെന്ന് ബബിത ചോദിക്കും. ബബിതയ്ക്ക് ആ സ്വരത്തിൽ ഇത്തിരി ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്, അതങ്ങനെ മനസ്സിലാവണുണ്ടായിരുന്നു. എന്നാലും അലീന മുറിയിലേക്ക് പോകും. എന്നിട്ട് മുറിയിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലാത്ത വിഷമത്തോടെ എല്ലാ സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കിന് നമ്മുടെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോ, യേശുവിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് ഒക്കെ പേക്ക് ചെയ്യുന്നത്. അതിനുശേഷം മേശമേലേക്ക് നോക്കുമ്പോണ്ട് നല്ല ഭംഗിയുള്ള ക്രീം കളറിലൊരു സാരി, ആഭരണങ്ങളും, അതായത് സ്വർണം തന്നെയാണ് അതൊക്കെ.
അതൊക്കെ എടുത്ത് വെച്ചേക്കണത് അലീനയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് മനസ്സിലായി. അലീന അതും പിടിച്ചിങ്ങനെ വിഷമത്തോടെ അതിങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിൽ കാണിക്കുന്നതാണെങ്കിൽ അലീന ഒരുങ്ങണ്. അലീന ഒരുങ്ങി അലീനനെ ഒരുക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ കൃഷ്ണമോളാവാൻ വഴി. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അലീന സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്നു. ബബിത ഓടി കിച്ചണിലേക്ക് പോകണ്. ബബിതയ്ക്ക് ആ കാഴ്ച കാണണ്ട. ബബിതയോട് യാത്ര പറയാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്തേക്ക് ഒരാൾ യാത്ര പറയാൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ബബിത അലീനോട് പൊട്ടിത്തെറിക്കുന്നു. അലീനയ്ക്ക് മനസ്സിലായി പോണ വിഷമം കൊണ്ടിടുന്നു. എന്നിട്ട് അലീന സങ്കടത്തോടെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രോഹിത്തും കൃഷ്ണമോളും കരഞ്ഞുകൊണ്ട് വരാന്തയിൽ നിൽക്കും. അലീന ബാലചന്ദ്രൻ്റെ കാറിലേക്ക് കയറി പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. ബാലചന്ദ്രന് നല്ല സങ്കടമുണ്ട്. പക്ഷെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അങ്ങനെ കാറ് അകന്ന് പോകണ്. അലീന കൃഷ്ണമോൾക്കും രോഹിത്തിനും ടാറ്റ കൊടുക്കുന്നുണ്ട്. ബബിത കിച്ചണിൽ നിന്ന് കഴിഞ്ഞിട്ട് കാറ് പോണ ശബ്ദം കേട്ടപ്പോൾ പൊട്ടിക്കരയുന്നു. അവിടെ നിന്നിട്ട് പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു പാടവും റോഡും ഒക്കെ കൂടിയുള്ളൊരു ഭാഗങ്ങളൊക്കെയാണ്. അലീന പോകുന്നൊരു ഭാഗമാണ്. എന്തായാലും വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ അടുത്തേക്കിന് പോകണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നൊരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.